ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പുറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. അന്യസംസ്ഥാന തൊഴിലാളികളെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ, എന്നും എപ്പോഴും ഒരു സംശയത്തോടെ മാത്രമേ നോക്കിക്കാണുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവരുടെ മുൻകാല ചരിത്രമാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. അവർ ചെയ്തു കൂട്ടിയ കൊടും കൊലപാതകങ്ങൾ, ക്രൂരതകൾ, അക്രമങ്ങൾ ഇവയെല്ലാം ഇവർക്കൊരു ദുഷ്പേര് നേടിക്കൊടുത്തിരിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളെ മുഴുവൻ അടച്ചാക്ഷേപിക്കാനല്ല ഞങ്ങൾ ഇവിടെ ശ്രമിക്കുന്നത്. അവരിൽ തീർച്ചയായും നന്മയുടെ മനസ്സുള്ളവരുണ്ട്. എന്നാൽ അവരിൽ ചിലർ ചെയ്യുന്ന കൊടും ക്രൂരതകളാണ് നമ്മെക്കൊണ്ട് ഇങ്ങനെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. അത്തരത്തിൽ ഒരു ബംഗാളി യുവാവ് കാട്ടിക്കൂട്ടിയ കൊടും ക്രൂരതയുടെ പിന്നാമ്പുറങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്രയാവുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ മധ്യവയസ്കരായ സ്ത്രീകളെ തേടിപ്പിടിച്ച് പീഡിപ്പിക്കുന്ന പ്രത്യേക മാനസിക വൈകൃതമുള്ള യുവാവ്. ഒരു നാട് മുഴുവൻ ഈ യുവാവിനെ പേടിയോടെ നോക്കിക്കാണുന്നു. ഞങ്ങൾ യാത്രയാവുകയാണ് കൊടും ക്രിമിനലായ ഈ യുവാവിൻ്റെ പിന്നാലെ, ഒരുപാട് ചോദ്യങ്ങളുമായി, അതിലേറെ ഉത്തരങ്ങൾ തേടി. പുലർച്ചെയായിരുന്നു യാത്ര. മഴയുടെ വരവറിയിച്ചുകൊണ്ട് മാനം ഇരുണ്ട് തന്നെ കാണപ്പെട്ടു. കർക്കിടക മാസത്തിലെ ആ കുളിരണിഞ്ഞ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. യാത്ര കുറേയൊക്കെ മുൻവിധിയോടെ തന്നെയായിരുന്നു. മുന്നിൽ കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയും ഉണ്ടായിരുന്നു. എങ്കിലും വല്ലാത്തൊരു അസ്വസ്ഥത കുന്നും മലയും കയറി ഇറങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയതാണ്. കൽവഴികളിലൂടെയുള്ള യാത്ര തുടങ്ങിയപ്പോൾ തന്നെ പിരിമുറുക്കത്തിന് ആക്കം കൂടി. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ മൺപാതയിലൂടെയുള്ള യാത്ര തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. വനഭംഗിയുടെ മനോഹാരിത അതിശ്രേഷ്ഠമായ വിരുന്ന് നൽകി. ഒരു വേള ഞങ്ങൾ ആ വീട് കണ്ടു. വനത്തിന് നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കൊച്ചു വീട്. ഓടുമേഞ്ഞ് ഇഷ്ടികകൾ പാകി തടിയിൽ തീർത്ത വാതിലുകളും ഒക്കെ കൂടി ആ വീടിന് ദൃശ്യചാരുതയേകി. പണ്ടെങ്ങോ കേട്ടുമറന്ന കഥയിലെ രൗദ്രഭാവം പൂണ്ട വീട് പോലെ ആ മൺകൂടാരം തോന്നിച്ചു. ആ വീട് ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ വന്നത്. അങ്ങ് വിദൂരതയിൽ നിന്നുകൊണ്ടാണ് ആ വീടിനെ ഞങ്ങൾ കണ്ടത്. ആ വീട്ടിലേക്കെത്താൻ ഇനിയും കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. കാടും മലയും ഇനിയും ഒരുപാട് താണ്ടേണ്ടതുണ്ട്. ദുരൂഹതകൾ തളം കെട്ടി നിൽക്കുന്ന ആ വീട്ടിലേക്കുള്ള യാത്ര വീണ്ടും തുടങ്ങി. മറ്റൊരു നാട്ടിൽ ഞങ്ങളെത്തി. അവിടെ വിരളിൽ എണ്ണാവുന്ന മലയാളികൾ മാത്രമാണുള്ളത്. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട ചെറിയ വീടുകൾ മാത്രം. ആ പ്രദേശം മുഴുവൻ കൈയടക്കിയിരിക്കുന്നത് ബംഗാളികളാണ്. ഏതാണ്ട് 500-ലധികം വരുന്ന ബംഗാളികൾ. ഒറ്റ നോട്ടത്തിൽ ബംഗാളിൽ എത്തിയതുപോലെയുള്ള പ്രതീതി. ബംഗാളികൾ എന്നും നമ്മെ ഭയപ്പെടുത്തിയിട്ടേ ഉള്ളൂ. എത്രയെത്ര ഭീകരമായ കൊലപാതകങ്ങൾ അവർ ചെയ്തിരിക്കുന്നു. മറ്റു കുറ്റകൃത്യങ്ങൾക്ക് കണക്കുകളുമില്ല. നിരക്ഷരരായ ബംഗാളികളുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ വാസന കടന്നുകൂടിയതിൽ അതിശയോക്തിയില്ല. അവരുടെ ജീവിത സാഹചര്യം അങ്ങനെ ആക്കി തീർത്തു. തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ലേബർ ക്യാമ്പിലൂടെ യാത്ര തുടങ്ങി. ഭയചകിതരായി നിൽക്കുന്ന ആട്ടിൻപറ്റങ്ങളെപ്പോലെ അവർ ഞങ്ങളെ നോക്കി. എല്ലാവരുടെയും കണ്ണുകളിൽ ഭയം നിഴലിച്ചു കാണാം. പലരും ഞങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. പ്രായമേറിയ ചിലർ മാത്രം ധൈര്യസമേതം നിന്നു. തൊഴിലാളികളിൽ ഏറെയും 30 വയസ്സിൽ താഴെയുള്ളവരായിരുന്നു. ഒരാഴ്ചയായി
ഇവർ ടെന്റുകളിൽ നിന്നും പുറത്തിറങ്ങിയിട്ട്. ടെന്റ് വിട്ട് പുറത്തു പോകാൻ ഇവർക്ക് ഭയമാണ്. അതിനൊരു കാരണമുണ്ട്. ബംഗാളികൾ തന്നെ പറയട്ടെ. ഒരാഴ്ച കാലമായി പുറത്തു പോയിട്ട് ആഹാരം പോലും പാകം ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോലും കഴിയുന്നില്ല. പുറത്തിറങ്ങിയാൽ നാട്ടുകാർ തല്ലിക്കൊല്ലും. പലരെയും ഇതിനോടകം മർദ്ദിച്ചവശരാക്കി. ഞങ്ങൾ ഇവിടം വിട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് ചിലർ പറഞ്ഞത്. കോന്നിയിൽ പുതുതായി അനുവദിച്ച മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. വർഷങ്ങളോളം എടുക്കുന്ന നിർമ്മാണ പ്രക്രിയ. സുഖകരമായിരുന്നു ഇവിടുത്തെ ജീവിതം. നല്ല ജോലി, നല്ല ആളുകൾ, ശാന്തമായ പ്രദേശം, എല്ലാം കൊള്ളാം. പക്ഷെ ശാന്താറാം ചതിച്ചു. അവനെല്ലാം നശിപ്പിച്ചു. ഞങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടിച്ചു. ഇവനാണ് ആ താരം. തനി ബംഗാളി, ജന്മനാ കുറ്റവാസനയിൽ ജനിച്ചവൻ, കൊടും കുറ്റവാളി. ശാന്താറാമിനെ ഏറ്റവും അധികം അടുത്തറിയാവുന്ന അവന്റെ സുഹൃത്ത്. അയാൾ പറയട്ടെ കാര്യങ്ങൾ. सर ज़्यादा नहीं बोलेगा कि ना हफ्ता में पीता है, क्योंकि हफ्ता में एक दिन लेके आता है. मैं झूठ नहीं बोलेगा सर, यह सच में बोल रहा है. हर आदमी लोग हफ्ता में एक दिन लेके आता है. उस दिन खाता है, पीता है, सोता है. उस दिन भी वो पिया था. ये झूठ नहीं बोलूँगा. ശാന്താറാമിന്റെ പൈശാചിക രൂപം പുറത്തു വന്ന രാത്രിയായിരുന്നു അന്ന്. അർദ്ധരാത്രി 1 മണി കഴിഞ്ഞ നേരം ഉള്ളിൽ അടക്കി വച്ചിരുന്ന പൈശാചികത മുഴുവൻ അവൻ അന്ന് രാത്രി പുറത്തെടുത്തു. ആ ഗ്രാമീണ നാടിന് ആദ്യത്തെ അനുഭവമായിരുന്നു ഇത്. തങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ച ബംഗാളികളിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞുകുത്തി എന്ന പഴഞ്ചൊല്ല് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു അവിടെ. കാണാം കൂടുതൽ കാഴ്ചകൾ. ജയന്തന്റെ കടയിലെ ചർച്ചയ്ക്ക് ചൂടേറി. ആഴ്ചകളായിട്ട് ഇതായിരുന്നു ആ നാട്ടിലെ സംസാര വിഷയം. ശാന്താറാം അവരുടെ ഉറക്കം കെടുത്തിയിട്ട് ദിവസങ്ങളായി. അത്രയ്ക്കായിരുന്നു അവന്റെ പ്രകടനം. ഒരിക്കലും ആ ബംഗാളിയിൽ നിന്നും ആരും ഇത് പ്രതീക്ഷിച്ചില്ല. അവൻ അത്രയ്ക്ക് മാന്യനായിരുന്നു. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം പ്രതികരിക്കുന്നവൻ. പക്ഷെ അന്ന് ആദ്യമായി അവന്റെ തനി സ്വരൂപം നാട്ടുകാർ കണ്ടു. ഇവിടെ ഈ കടയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അറിയുന്ന ഇവിടെ വന്നാലും അങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കത്തൊന്നുമില്ല. അവന് ഒന്ന് വേണേ ചായ വല്ലതും കുടിച്ച് വെച്ച് മറ്റുള്ളവരുടെ കൂടെ പോകും. മുറുക്കത്തൊന്നുമില്ലായിരുന്നു. അന്നും തലേദിവസം ഇവിടെ വന്നിച്ചു പോയ വൈകിട്ട്. ഇല്ല, അങ്ങനെ എല്ലാവരെയും കൂട്ടി സംസാരിക്കത്തില്ലായിരുന്നു. കൃഷ്ണമ്മയുടെ വീട്ടിൽ നിന്നും ഒരു നിലവിളി കേട്ടു. ആളുകൾ ഓടിക്കൂടി. അവർ വിറങ്ങലിച്ച് തറയിൽ കിടക്കുന്നു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എന്തോ കണ്ട് പേടിച്ചതുപോലെ. വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഒരു പേടിയും തോന്നിയിട്ടില്ല. പക്ഷെ രാത്രിയിലത്തെ സംഭവം അവരെ തളർത്തിക്കളഞ്ഞു. ആരോ മുറിയിലേക്ക് കടന്നു വന്നു. ഒപ്പം ശക്തിയായതെന്തോ തന്റെ ദേഹത്ത് പതിച്ചു. പിന്നെ ഉറക്കെ അലറി. ഒരാൾ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഓടി. പക്ഷേ ആളെ കണ്ടില്ല.
അത് രാത്രിയിൽ അവൾ പിന്നെ പെരക്കകത്ത് ഇരുന്നപ്പോൾ മുറ്റത്താരാണ്ട് വരുന്നതായിട്ട് തോന്നി. തിണ്ണയ്ക്ക് വന്ന് ബൾബ് ഊരി, പെരയുടെ ബൾബ് ഊരി. അവളവിടെ കിടന്ന് വിളിച്ചു കൂവി. എല്ലാവരും കൂടെ ഓടിച്ചെന്ന് അവന് ഓടി അങ്ങ് രക്ഷപ്പെട്ടു. ഇത് അവനേറ്റു. പിന്നെ രണ്ടാമത് ഇപ്പം വന്നത് ഇവള് രാത്രിയിൽ 11 മണിയായെന്ന് തോന്നുന്നു. രാത്രിയിൽ ആ രൂപം അങ്ങനെ വിലസി. എല്ലാ വീടുകളിലും അവന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. രാത്രിയിൽ ആ ഗ്രാമം ഉറങ്ങുമ്പോൾ അവൻ മാത്രം ഉറക്കമില്ലാതെ സഞ്ചരിക്കും. പല സ്ത്രീകളും ആ രൂപത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതായിരുന്നു ശാന്താറാം എന്ന ക്രിമിനലിന്റെ വിജയവും. 23 വയസ്സുള്ള അവനാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളി. ബംഗാൾ സ്വദേശിയാണ്. പ്രദീപ് എന്നുള്ള ഒരു പേരോടുകൂടിയ ആളാണ്. ഇവരെ ശരിക്ക് ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ഇവർ നിലവിളിച്ച് അത് കേട്ട് ഉടൻ തന്നെ അടുത്ത് ഉള്ള സെക്യൂരിറ്റിക്കാരൻ നിലവിളി കേട്ട് പെട്ടെന്ന് വന്നത് കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. ശാന്താറാമിന്റെ കണ്ണുകൾ തിളങ്ങി. മാസങ്ങളായി ആഗ്രഹിച്ച ഇരയെ കീഴടക്കാൻ പോകുന്ന ദിവസം. ഇന്ന് അതിന് പറ്റിയ ദിവസമാണ്. ശമ്പളം കിട്ടിയ ദിവസമായതുകൊണ്ട് കുടിയും ബഹളവുമായി സുഹൃത്തുക്കൾ കഴിഞ്ഞുകൂടും. പിന്നെ ഉള്ളത് തന്റെ നിമിഷങ്ങളാണ്. രാത്രിക്ക് കട്ടികൂടാനായി അവൻ കാത്തിരുന്നു. സമയം രാത്രി 1 മണി കഴിഞ്ഞു. 56-കാരി രമണിയുടെ വീട് ലക്ഷ്യമാക്കി അവൻ നീങ്ങി. പ്രതികാരദാഗിയായ ഒരു യക്ഷിയെ പോലെ രക്തമൂറ്റി കുടിക്കുവാൻ. അവളും പിന്നെ മുറ്റത്തിറങ്ങിയായിരുന്നു. ബാത്റൂമിൽ പോയിച്ച് വന്നു കിടക്കുന്ന റൂമിലോട്ട് കട്ടിളപ്പടിയിലോട്ട് ഒരു കാല് വെച്ച് കയറിയപ്പോഴത്തേന് പുറകെ നിന്ന് പിടിച്ച് വായിക്ക് ഒത്തിപ്പിടിച്ച് കൈക്കും പിടിച്ച് വലിച്ച് അവിടെ തെള്ളിയിട്ട് രണ്ടുപേരും കൂടെ പിടികൂടി അങ്ങ് അടിവശത്തുകൂടെ ഇടവഴിയുണ്ട്, കാട്ടിൽ കൂടെ വലിച്ച് കൊണ്ടുപോയി ഇട്ടിരുന്ന വസ്ത്രമെല്ലാം വലിച്ചു കയറി ഇവിടെ എല്ലാം പിന്നെ മുറിവുണ്ട്. കാട്ടിച്ച ഇവിടെ എല്ലാം കൈ കൊണ്ട് ഇടിക്കുകയെ എല്ലാം ശരീരം മൊത്തം ഇതാ പരുക്കള ചതവുമൊക്കെ. ബംഗാളി യുവാക്കൾ താമസിച്ചിരുന്ന ടെന്റിനോട് ചേർന്നുള്ള പ്രദേശത്താണ് രമണി എന്ന മധ്യവയസ്കയും താമസിച്ചിരുന്നത്. ആൺമക്കളില്ലാത്തതിനാൽ മക്കളെ പോലെയാണ് ഇവരിൽ പലരെയും ഈ സ്ത്രീ നോക്കിക്കണ്ടത്. എന്നാൽ ശാന്താറാം എന്ന ചെറുപ്പക്കാരനിൽ ഉറങ്ങിക്കിടന്ന പൈശാചിക രൂപത്തെ ഇവർ ഒരിക്കലും കണ്ടിരുന്നില്ല. കാണാം ക്രൂരതയുടെ കൂടുതൽ കാഴ്ചകൾ. നേരം പാതിരാത്രി കഴിഞ്ഞിരുന്നു. രമണി നേരത്തെ ഉറങ്ങാനായി കിടന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് ജോലികൾ നേരത്തെ തീർത്ത് ഉറങ്ങാനായി കിടക്കും. വർഷങ്ങളായി ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. ബന്ധുക്കളുടെ വീടുകൾ തൊട്ടടുത്തുള്ളതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. അവർ കണ്ണുകളടച്ചു. വാതിലിൽ ശക്തിയായി അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അവർ കണ്ണു തുറന്നത്. തൊട്ടുമുന്നിൽ ഒരാൾ രൂപം. പിന്നെ ഒരു ആക്രമണമായിരുന്നു. കാമവിഭ്രാന്തിയോടെ അവൻ ആ സ്ത്രീയെ കടന്നു പിടിച്ചു. പിന്നെ അവൾ മുറ്റത്തിറങ്ങിയപ്പം ലൈറ്റ് അവിടെ ജനലിൻ്റെ ഇടയിലെല്ലാം ജനലിൻ്റെ പിന്നെ കരട്ടൻ നീക്കിയിട്ട് എല്ലായിടും നോക്കിയിട്ടാണ് അവൾ ഇറങ്ങിയത്. മുറ്റത്ത് ഇറങ്ങിയിട്ട് കതക് വാതൊക്കെ ചെന്ന് പെരയ്ക്കകത്തോട്ട് കയറാൻ ചെന്നപ്പോൾ പുറകിൽ കൂടെ ചെന്നിട്ട് ഇവിടെ കയ്യെ പിടിച്ചു വായും പൊത്തിക്കൊണ്ട്
അതിൽ അവൾ പറഞ്ഞ കാര്യം നാത്തൂനല്ലയോ എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെ വലിച്ചുകൊണ്ട് പോയി അവിടെ കിടന്ന് താഴെ കിടന്ന് വലിയ പിടുത്തം ഉണ്ടായി. ഇവൾ മറിഞ്ഞു വീണ് കഴിഞ്ഞപ്പം ഇവന് നൈറ്റി എല്ലാം അങ്ങ് വലിച്ച് കീറി. കുറേ ഉണ്ടായിരുന്ന നൈറ്റി പാവാട എല്ലാം വലിച്ച് കീറി. എന്നിട്ട് അവന് പിന്നെ ഒന്നും അവൾക്ക് ഒരു തരത്തിൽ കൂടെ ഒക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെന്തോ ഇത് നൈറ്റി ഊരാനുള്ള പാകത്തിൽ നൈറ്റിയുടെ ബട്ടൺസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൻ വായിൽ നിന്ന് കൈ അങ്ങെടുത്തു. ശ്വാസം മുട്ടായി. അപ്പോൾ അവനൊന്ന് ശകലം അയഞ്ഞപ്പോൾ അവൾ പിന്നെ നൈറ്റി ഊരുന്ന പാവത്തിൽ കാണിച്ചു. അവന് മാറി. എങ്ങനെ അവൾ കതറി വീണു, പിന്നെ രക്ഷപ്പെട്ടു, അല്ലേ അവിടെ ഇട്ട് കൊന്നേനെ. വായിൽ തുണി തിരികെ വീടിന് പുറത്തേക്ക് അവൻ ആ സ്ത്രീയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ചുറ്റും ഇഴജന്തുക്കൾ വിഹരിക്കുന്ന കാട്ടുപ്രദേശം. ആ കുറ്റിക്കാട്ടിനിടയിലൂടെ രമണി എന്ന 56-കാരിയെ ബംഗാളി പയ്യൻ കടിച്ചു വലിച്ചു കൊണ്ടുപോയി. കയ്യിൽ കിട്ടിയ ഇരയെ അവൻ കടിച്ചു കീറി. അവൻ വീണ്ടും എന്നെ ഉപദ്രവിച്ചിട്ട് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഞാൻ പതുക്കെ ഇഴയുന്നണക്കോല ഞാൻ ഇളവിയപ്പോൾ അവൻ തള്ളിയിട്ടിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വെളിയിലോട്ടിറങ്ങി വെളിയിൽ നിന്നെ വെട്ടിക്കൊന്നിട്ട് ഇളയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ ഞാൻ കണ്ടിട്ടില്ല, എവിടെ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞും കൂടാ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവനെ കണ്ടിട്ടേ ഇല്ല, ഈ ഏരിയയിലും വെച്ചും കണ്ടിട്ടില്ല. അത് തീർന്ന് പിന്നെ പിന്നെ വസ്ത്രങ്ങൾ ചുരുട്ടി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവൻ ഇറങ്ങുന്നത്. അത് ഇറങ്ങിയ നേരം വലിച്ചു കീറി, അതെല്ലാം വലിച്ചു കീറി, ബ്ലൗസൊക്കെ വലിച്ചു കീറി വേണ്ടുന്ന അക്രമങ്ങളൊക്കെ ചെയ്ത് ഫാനും എന്നും എല്ലാം ഒക്കെ തള്ളിയിട്ട്, ഫാൻ ഞാൻ കട്ടിലിൻ്റെ പുറത്താണ് എടുത്ത് വയ്ക്കുന്നത്, മേശപ്പുറത്ത് വയ്ക്കുന്നതാണ്. അതൊക്കെ തള്ളിയിട്ട് വേണ്ടുന്നതൊക്കെ ചെയ്ത് അവിടെ ഞാൻ ഇവൻ ഇങ്ങോട്ട് മാറിയ നേരം കൊണ്ട് ഞാൻ ഇരുന്ന് നിരങ്ങുന്നതുപോലെ ഇല്ല വീട്ടിൽ പോയി കയറി ചെന്ന് അവരെ വിളിച്ച്, ഈ വീടല്ല ഇതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. ശാന്താറാമിന് സുഹൃത്തുക്കൾ പോലും തിരിച്ചറിഞ്ഞത് അന്നാദ്യമായിരുന്നു. അവന്റെ ഉള്ളിലെ മൃഗത്തെ ആരും കണ്ടില്ല. രാത്രിയിൽ ഉറക്കമില്ലാതെ അറഞ്ഞ ആ രാത്രിഞ്ചറിനെ കണ്ട് നാട്ടുകാർ ഞെട്ടി. പകൽ നേരങ്ങളിൽ പുഞ്ചിരിച്ച് കടന്നു പോകുന്നവൻ രാത്രിയിൽ ഭീകരരൂപിയാകുന്ന കാഴ്ച അവർ നേരിട്ട് കണ്ടു. ഇവർക്ക് ഇവരുടെ വസ്ത്രങ്ങളൊക്കെ ശരിക്ക് വ്യവസ്ഥയാക്കുകയൊക്കെ ചെയ്തു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പ്രതിയുടെ ദേഹത്തുണ്ടായ പരിക്കുകളുടെ ഇതിൽ പ്രതിയെ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചത്. ഈ സംഭവം ഉണ്ടായി ഉടൻ തന്നെ ഇന്ന് വെളുപ്പിനുമായിട്ട് കോന്നി പോലീസ് മൊത്തത്തിൽ നടത്തിയൊരു അന്വേഷണ ഇതിലാണ് ഈ 500 പേരുടെ നിന്ന് ഈ പിന്നെ പ്രതിയെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനിടയായത്. പേടിച്ചരണ്ട ആട്ടിൻപറ്റങ്ങളാണിവർ. കൂട്ടത്തിലൊരുത്തൻ ചെയ്ത തെറ്റിന് ബലിയാടുകളാകേണ്ടി വന്നവർ. ഇവരിൽ നന്മയുള്ളവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ ഇനിയും ഒരു ശാന്താറാം ഇല്ലെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? മുന്നിൽ കണ്ട യാഥാർത്ഥ്യങ്ങൾ മറക്കാൻ കഴിയുമോ? കാത്തിരുന്ന് കാണാം ബാക്കി കഥകൾ. തൊഴിലാളികൾ താമസിക്കുന്ന ടെൻറ്റിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ നിസ്സഹായതയോടെ കൈകൂപ്പി നിൽക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞു. അവരിൽ പലരുടെയും മുഖത്ത് ഭയം പ്രകടമായിരുന്നു. പുറത്തുനിന്നുള്ള ആളുകളെ അവർ ഭയപ്പെടുന്നു. എന്നാൽ അവരിൽ ഒരാൾ ചെയ്ത കൊടും ക്രൂരതയാണ് ആ വർഗത്തെ മുഴുവൻ വേറിട്ട് നിർത്താൻ ആ നാട്ടുകാരെ പ്രേരിപ്പിച്ചത്. നമ്മളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അന്യ ആളുകളെ ഒരു സംശയത്തോടെ മാത്രമേ നോക്കി കാണാനാകൂ എന്ന മുഖവരിയോടെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്നും വിട ചൊല്ലുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.